എടാ ഞാൻ മനഃപൂർവ്വം വിളിക്കാത്തല്ലോ. ഓഫീസിലെ തിരക്കും വീട്ടിലെ പ്രശ്നം എല്ലാം കൂടി പ്രാന്ത് പിടിച്ചിരിക്കുക. ആ ഞാൻ വിളിക്കാം ഞാൻ ഇറങ്ങാം കേട്ടാ. ആ ശരി എടാ ശരി. ആരാ? എൻ്റെ ഒരു പഴയ കൂട്ടുകാരനാ. അവൻ ഇടയ്ക്ക് വെച്ച് തന്നെ കണ്ടപ്പോൾ നമ്പർ അടിച്ചായിരുന്നു. ഇപ്പൊ വിളിച്ചിരിക്കാനൊന്ന് കാണണമെന്നും പറഞ്ഞിട്ട്. ഇടയ്ക്ക് പോയി മീറ്റൊക്കെ ചെയ്യണം. ഒക്കെ ചെയ്യണം. സത്യം പറഞ്ഞാൽ ബിസി, അത് കാരണം തന്നെ. ഇല്ലെങ്കിൽ എപ്പോഴേ പോയി കണ്ടേനെ. ആര്? എന്തേ? ഞാൻ ഇങ്ങോട്ട് സഹായിക്കണ്ട. എന്നിട്ട് വേണം കാലില് കല്ലോ കമ്പോ കുത്തിക്കൊണ്ടിട്ട് അമ്മയുടെ ചീത്തവിളി മൊത്തം ഞാൻ കേൾക്കാൻ. മക്കള് കയറി പോച്ചല്ലേ. ഞാൻ ചെരുപ്പിട്ടോണ്ട് വരണ്ട. മക്കള് കയറി ചെല്ല്. ആറുവേ പിണങ്ങിയോ? കൂടെ കൂട്ടൂലേ? അന്ന് ഇവിടെ വന്ന് നിന്നോ. പക്ഷെ കരിയില വെറുക്കാനും അത് എടുക്കാനും ഇത് എടുക്കാനും ഒന്നും പോരുത്. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പിണങ്ങി ഓടിക്കോളണം കേട്ടോ. നമ്പറാന്ന് എനിക്കറിയാം. നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് ജോലി നടക്കില്ല, അല്ല അടി കിടക്കും. എന്റെ സ്വഭാവമല്ല, നിന്റെ സ്വഭാവമാണ് പെട്ടെന്ന് മാറണത്. നീ പോടി. അയ്യോ സോറി. പോടീന്നാ? ആ കണ്ട രണ്ടും കൂടി സംസാരിച്ച് അടിയാവുന്ന കണ്ട. പിന്നെ നീ കൽവഴി മാത്രം അടിച്ചു വരിട്ട് ഒരു കാര്യമില്ല കേട്ടാ. അമ്മ ചെയ്യണ പോലെ തന്നെ മാവിൻ്റെ ചോട്ടുള്ള എല്ലാ ഇലയും പെറുക്കി ഒരുമിച്ച് കൊണ്ടുപോയി കൂട്ടിയിട്ട് കത്തിക്കണം. ചേട്ടാ അതൊക്കെ മെനക്കെട്ട പണിയാണ്. ഇതാകുമ്പോഴത്തേക്ക് വഴിയൊക്കെ വൃത്തിയായിട്ട് കിടക്കുമല്ലോ. മനസ്സിലായി. ഇത് മാത്രം അടിച്ചു വാരി കഴിഞ്ഞാൽ അമ്മ വരുമ്പോ ഒന്നും മിണ്ടില്ലല്ലോ. പിന്നെ ഇതൊക്കെ അമ്മ സോപ്പിടാനുള്ള ഉടായ്പകളല്ലേ? മിസ്സസ് ലക്ഷ്മി ബാലചന്ദ്രൻ തമ്പി ആരാന്നാ ചേട്ടന്റെ വിചാരം? എനിക്ക് അമ്മേനെ അങ്ങനെ സോപ്പിടേണ്ട കാര്യമൊന്നുമില്ല. അമ്മ അടുത്ത് പോയിട്ടെ അമ്മ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് വിളിച്ചാൽ മതി. അമ്മ അപ്പൊ തന്നെ ഇങ്ങനെ അലിഞ്ഞ് സോപ്പിടണ ആരൊക്കെ നിൽക്കട്ടെ. നീ ഫസ്റ്റ് അടിച്ചു വാരി വൃത്തിയാക്ക്. അമ്മ വരുമ്പോഴേക്ക് വീടും പരിസരം പഴയതുപോലെ കണ്ടില്ലെങ്കിൽ അമ്മയ്ക്ക് ഇളകും കേട്ടോ. അറിയാലോ വേഗം പണി. ഹലോ എന്താണ്? എങ്ങോട്ടാണ് പോണ കണ്ട്രാക്കം വിട്ടിട്ട്? ഞാൻ അകത്തോട്ടല്ല, നീ പുറത്തോട്ട്. നീ മാവിന്റെ ചോട്ടുള്ള കരിയില കുന്നുകൂട്ടി കിടക്കണുണ്ട്. അതൊക്കെ അടിച്ചു വാരുന്നു. അല്ലെങ്കിൽ പാമ്പ് വന്ന് ഇവിടെ കിടക്കും. പഠിച്ചു വാരി. എനിക്ക് പഠിക്കണം. ഇന്ന് കുറച്ച് മക്കള് പഠിച്ചാൽ മതി. പഠിച്ചു വരും. അയ്യോ സാരെങ്ങനെ പെടണ്ട. എല്ലാരും സഹായിച്ച് നടക്കാതെ മക്കൾ പോയി കുറച്ചു നേരം പഠിക്ക്. അതിന്റെ ഒപ്പം തന്നെ ഒരു കാര്യം കൂടി നീ ചെയ്യണം. എന്റെ റൂം ഒന്ന് സമയം കിട്ടുമ്പോ ഒന്ന് വൃത്തിയാക്കണേ. സത്യം പറഞ്ഞ ചേട്ടാ എനിക്ക് തീരെ സമയമില്ല. പക്ഷെ ചേട്ടനെ റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞാൻ സമയം കണ്ടുപിടിക്കാം. ഓക്കെ താങ്ക് യു. ഇത് പിടിച്ചല്ലോ. അടിച്ചു വരെ. ഞാൻ ചേട്ടൻ റൂം ക്ലീൻ ചെയ്തിട്ട് വരാവേ. ഞാൻ അടിച്ചു വരണ എന്തേ? ജോലി ചെയ്യാൻ പറ്റൂലേ? ഇവിടെ പുരുഷ മേധാവത്ത് ആ പരിപാടി ഇവിടെ നടക്കൂല. എല്ലാ കാര്യത്തിനും തുല്യത വേണം. മര്യാദക്ക് ജോലി ചെയ്യ്. അങ്ങനെ ചേട്ടനും പണി കിട്ടി. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. പൂങ്കാറ്റേ ഓയ് ചൊല്ലാമോ ഇത്തക്കൻ പൂങ്കാറ്റേ. ചേച്ചിയെ എന്തോ? ഞാൻ എന്റെ കാര്യം കൊണ്ട് തോറ്റു കേട്ടാ. ഞാൻ എന്ത് ചെയ്താലും ഒമ്പം വിജയം തന്നത്. എന്താടാ? ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂല. അല്ലെങ്കിൽ നീ ഇപ്പൊ എന്ത് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കാൻ പോണില്ല. എന്നാലും പറ. വിശ്വസിക്കില്ലേ പിന്നെ ഞാൻ എന്തിനു പറയണം? ഇടി ഇപ്പൊ നമ്മൾ മറ്റേ സേവാകേന്ദ്രം മേടിച്ചില്ലേ ഉഷ ചേച്ചി രതീഷേന്റെ കയ്യിൽ നിന്ന്. ലൈസൻസ് ഇപ്പോൾ രതീഷേന്റെ പേരിലാണ്. അത് നമ്മൾ നമ്മുടെ പേരിലോട്ട് മാറ്റും. അത് വേറെ കാര്യം. അപ്പോൾ 1 ലക്ഷം രൂപ കൊടുത്താണല്ലോ മേടിച്ചത്. ഇപ്പൊ ചേച്ചി ഇപ്പൊ പറയണ് ചേച്ചിയുടെ കൂടെ ചേച്ചി പറ കേക്കുന്നുണ്ടാ? ഉഷ ചേച്ചി പറയണ് അതിന്റെ കൂടെ ഞാനൊരു പാർട്ണർന്ന്. പോടാ കള്ളം പറയാണ്ട്. സീരിയസ് ആയിട്ട് ചേച്ചി പൊളിച്ചല്ല. സംഭവം അത് നമ്മുടെ കൈ കിട്ടിയിട്ട് 2-3 ദിവസമൊക്കെ ആയിട്ടുള്ളൂ. പക്ഷെ അതിനു മുമ്പ് തന്നെ ഞാൻ അപ്ഡേഷൻസ് ഒക്കെ തുടങ്ങി. എങ്ങനെയാണെന്നറിയൂ? ഇപ്പൊ എന്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ നെറ്റ് 50 Mbps ആയിരുന്നു നെറ്റ്. ഇപ്പൊ 100 Mbps ആക്കി. 220 രൂപ എക്സ്ട്രാ അടച്ചു. അത് വേറെ കാര്യം. അല്ല Mbps എന്ന് പറയുമ്പോ Mbps. ചേട്ടാ അങ്ങനെ ആകുമ്പോ ഡൗൺലോഡ് ഒക്കെ നല്ല സ്പീഡ് തന്നെ. വരുമാനം വല്ലതും തടയോടെ? ഇപ്പൊ അത്രക്കില്ല. ഒരു 1000 രൂപയൊക്കെ പെർ ഡേ വീഴും. അതിനകത്ത് വാടകയും ബാക്കിയുള്ള കാര്യങ്ങളും ചെലവുകളൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു 500 രൂപ കിട്ടും. ഉച്ച ചേച്ചിക്ക് 300, എനിക്ക് 200. നിനക്ക് 200 പെർ ഡേ? പെർ ഡേ ഒരു മാസം വെച്ച് നോക്കുമ്പോ നിനക്ക് മാത്രം 6000 രൂപയെ. ഏട്ടാ ഒരു 7 മാസമൊക്കെ കഴിഞ്ഞോട്ട് നേരെ ഡബിൾ ആക്കൂലേ. അപ്പൊ എത്ര രൂപ കളി മാറും. അതെ കൊള്ളാലോ.
പക്ഷെ നിനക്ക് ടൈം കിട്ടുമോ? ടൈമൊക്കെ നമുക്ക് ഒപ്പിക്കാന്നല്ലേ ഉള്ളൂ. അല്ല നിനക്ക് അതിന് അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനറിയോ? കൊള്ള ചേച്ചി, അതൊക്കെ എനിക്കല്ലേ അറിയൂ. ഇതാണ് പറയണത്, പഠിച്ചതൊന്നും വായുവില്ല മോനെന്ന്. പണ്ടേ ചില കാര്യങ്ങൾ നാട്ടിൽ നടക്കുന്നതൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ട് ഇപ്പം നന്നായിട്ട് എല്ലാം ചെയ്യാൻ പറ്റണ്. പണ്ട് എവളും എൻ്റെ കൂടെ നല്ല അപ്ഡേറ്റഡ് ആയിരുന്നു, പക്ഷെ ഇപ്പം മൊത്തം പോയി. കേശവേ, ഞാൻ സജഷൻ പറയട്ടെ. എന്ത്? നീ എനിക്ക് ഈ സേവാ കേന്ദ്രത്തിൽ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരുമോ? അപ്പൊ ഞാനും നിന്റെ അവിടെ വന്നിട്ട് വർക്ക് ചെയ്യാം. എനിക്ക് പൈസ ഒന്നും വേണ്ട, വെറുതെ ഫ്രീ ആയിട്ട്. അതൊക്കെ പഠിപ്പിച്ചു തരാടി. ഈ നമ്മൾ ഈ 25 വയസ്സ് വരെ പഠിക്കുക മാത്രം ചെയ്താൽ പോരാ, അതിൻ്റെ കൂടെ കുറച്ച് ശമ്പളം ഉണ്ടാക്കുന്ന രീതി, അതായത് കാശുണ്ടാക്കുന്ന രീതിയും കുറച്ച് സ്വരുക്കൂട്ടി വെപ്പൊക്കെ വേണം. ഈ കാര്യത്തിൽ നിന്നെ ഞാൻ സമ്മതിച്ചിട്ടാ. മിക്കവാറും ഞാൻ എൻ്റെ സ്റ്റാഫായിട്ട് ലച്ച ചേച്ചി ഒരു പോസ്റ്റിംഗ് നടത്തും. പൊളിച്ച് 15 വയസ്സും 30 വയസ്സിന്റെ കളികളും. ദാറ്റ് ക്രെഡിറ്റ് ഗോസ് ടു മൈ ഗ്രേറ്റ് ഫാദർ. അച്ഛൻ എപ്പോഴും പറയും, പല കഴിവുകളുണ്ടായിട്ടും വളയം പിടിക്കാൻ പറ്റാതെ പോയ ഒരാളാണ് അച്ഛനെന്ന്. അച്ഛൻ്റെ ജീവിതം ഒരു തോൽവിയാണെന്നാണ് അച്ഛൻ പറയണത്, പക്ഷെ അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. അതുകൊണ്ട് വിജയത്തിലേക്കാണ് എൻ്റെ ലക്ഷ്യം. അങ്ങനെ അച്ഛൻ സന്തോഷിക്കണം. ഇനിയിപ്പോ നീ അച്ഛന്റെ ചങ്കിൽ ഒന്നും കൂടെ ഇടിച്ച് കേറുമല്ലോ. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. ചേച്ചി, ഞാൻ ഈ മുണ്ടൊക്കെ കൊടുത്തേ ജംഗ്ഷനിൽ കൂടെ ഇങ്ങനെ നടന്നു പോകായിരുന്നു. അപ്പോൾ ഒരാൾ എന്നെ നോക്കിയിട്ട് പറയണ്, തനി സാക്ഷാൽ ബാലേന്ദ്രൻ തമ്മിൽ നടന്നു വന്നല്ലോ എൻ്റെ തന്നെന്ന്. ഓ സത്യമായിട്ടും ഒന്ന്. അത് മാത്രമല്ല, ഈ സേവാ കേന്ദ്രത്തിലേ ഞാൻ ചെയ്യുന്നതും പറയുന്നതൊക്കെ കണ്ടിട്ട് എല്ലാരും മൂക്കത്ത് വിരൽ വെച്ച് പോയിട്ടുണ്ട്. കേശുവേ, എല്ലാം കൊള്ളാം, പക്ഷെ കൂട്ടത്തിൽ നിന്റെ ഈ തള്ളലുണ്ടല്ലോ അൺസഹിക്കബിൾ ആണ്. എങ്ങനെയാടാ അച്ഛൻ നടക്കണേ? അച്ഛൻ നടക്കണ എങ്ങനെയാ? അച്ഛൻ നടക്കണ രാജകീയമായിട്ട് ഇങ്ങനെ. എന്തൊരു സാമ്യം.